നടി ഗൗരി കിഷനെതിരായ ശരീരനിന്ദ പരാമർശത്തിൽ മാപ്പു പറഞ്ഞ് യൂട്യൂബർ RS കാർത്തിക്. തന്റെ ചോദ്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് കാർത്തിക്. ദേഹനിന്ദ നടത്തുന്നവരോട് കൃത്യസമയത്ത് തന്നെ എല്ലാവരും പ്രതികരിക്കണമെന്ന് നടി ഗൗരി കിഷൻ. எல்லா பெண்களுக்கும் இது நான் ஒரு எக்ஸாம்பிள் அப்படிலாம் சொல்ல மாட்டேன். பட் ஐ ஜஸ்ட் வாண்ட் டு ரிமைண்ட் எவ்ரி ஒன் தட் இட்ஸ் ஓகே டு பி ஓப்பன். நீங்கள் ஒஃபெண்டட் ஆனால் பேசுங்க. நீங்கள் சிரித்து அது ஒன்றும் இல்லாமல் அது அப்படிலாம் நீங்கள் பண்ணுறதுக்கு தேவையே இல்லை. കോട്ടയം തിരുവഞ്ചൂരിലെ ആഭിചാരക്രിയയുടെ നടക്കുന്ന വിവരങ്ങൾ പുറത്ത്. യുവതി ഭർത്തൃവീട്ടിൽ നേരിട്ടത് കൊടിയ പീഡനം. ദുരാത്മാവിനെ ഒഴിപ്പിക്കാനെന്ന പേരിൽ മുടി പിഴുതെടുത്ത് ക്രൂരത. മദ്യം നൽകിയും ബീഡി വലിപ്പിച്ചും ദുരാചാരം. ആ അവസ്ഥയിൽ എൻ്റെ മുടിയിൽ ആണി വെച്ച് ചുറ്റി വെച്ചേക്കുമായിരുന്നു. ചുറ്റി വെച്ചിട്ട് ഏറ്റവും അവസാനം ഒരു വിറകൻ കഷ്ണത്തിനകത്തേക്ക് ആണി വെച്ചിട്ട് തറച്ച് ഞാൻ എൻ്റെ ബീഡി വലിച്ച് മണ്ണിൽ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേചനമേൽക്കും പൂങ്കാവനങ്ങളുണ്ടിവിടെ, പൂങ്കാവനങ്ങളുണ്ടിവിടെ. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫിന് പിന്നാലെ RSS ഗണഗീതം വിദ്യാർത്ഥികളെ കൊണ്ട് പാടിപ്പിച്ചു റെയിൽവേ. വൻ വിമർശനം ഉയർന്നതിന് പിന്നാലെ FB പേജിൽ നിന്ന് വീഡിയോ പിൻവലിച്ചു. ചടങ്ങിനെ വർഗീയവൽക്കരിച്ചു എന്ന് CPIM. കേരളത്തിനുള്ള 3ാം വന്ദേ ഭാരത് ഫ്ളാഗ് ഓഫ് ചെയ്തത് പ്രധാനമന്ത്രി. സ്വർണ്ണക്കൊള്ളയുടെ കരിനിഴലിൽ നിന്ന് തലയൂരാൻ K ജയകുമാറിനെ മുന്നിൽ നിർത്തി സർക്കാർ തന്ത്രം. ദേവസ്വം പ്രസിഡന്റായി ജയകുമാറിനെ നിയമിച്ചുള്ള ഉത്തരവുടൻ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ജാഗ്രത ഉണ്ടാകുമെന്ന് ജയകുമാർ. വല്ലാത്തൊരു സമയത്താണ് ഈ നിയോഗം വന്നിരിക്കുന്നത്. വല്ലാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സീസണിങ് അടുത്തല്ലോ, 17-ാം തീയതി തുടങ്ങുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ചാർജ് എടുക്കണം എന്ന് വിചാരിക്കുന്നു. കാലാവധി നീട്ടാത്തതിൽ പരാതിയോ പരിഭവമോ ഇല്ലെന്ന് PS പ്രശാന്ത് ന്യൂസ് മലയാളത്തോട്. കൊല്ലം സ്വദേശി വേണുവിന്റെ മരണത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തി ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ. തറയിൽ കിടത്തി ചികിത്സിക്കുന്നത് സംസ്കാരത്തിന് ചേരാത്തത്. നാടുനീളെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ല. ചികിത്സാ സൗകര്യമാണ് വേണ്ടതെന്നും ഡോക്ടർ ഹാരിസ്. ന്യൂസ് മലയാളം ബിഗസ്റ്റ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരുടെ ക്ഷാമം രൂക്ഷം. 15 ഡോക്ടർമാർ ആവശ്യമുള്ള കാർഡിയോളജി വിഭാഗത്തിൽ ആകെയുള്ളത് 10 പേർ. ആശുപത്രിയിലുള്ളത് HDASന്റെ കീഴിലുള്ള ഒരു കാത്ത് ലാബ് മാത്രം. പാലക്കാട്ടെ നെല്ല് സംഭരണ പ്രതിസന്ധിക്ക് പരിഹാരം. 31 സഹകരണ സംഘങ്ങൾ വഴി നെല്ല് സംഭരിക്കാൻ ധാരണ. മറ്റ് ജില്ലകളിലും സമാന മാതൃകയെന്ന് മന്ത്രി VN വാസവൻ. മില്ലുകാരുടെ ദയാദാക്ഷിണ്യം കാത്തിരിക്കുന്ന അവസ്ഥ ഒഴിവാക്കുമെന്നും മന്ത്രി. 3ാം ടേം ഇളവിൽ മുസ്ലിം ലീഗിൽ പൊട്ടിത്തെറി. ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി യൂത്ത് ലീഗ് പ്രവർത്തക സമിതി. പാർലമെന്ററി ബോർഡിൽ തഴഞ്ഞെന്ന് പരാതി. PMA സലാമിന് രാഷ്ട്രീയ പക്വതയില്ലെന്നും യൂത്ത് ലീഗ്. മദർ ഏലീശ്വയെ വാഴ്ത്തപ്പെട്ടവളായി ഉയർത്തുന്ന ചടങ്ങിന്റെ ആനന്ദത്തിൽ കത്തോലിക്ക വിശ്വാസികൾ. വൈകിട്ട് 4:30 എറണാകുളം വല്ലാർപാടം ബസലിക്കയിൽ ചടങ്ങ്. ദിവ്യബലിയിൽ ലിയോ 14 മാർപ്പാപ്പയുടെ പ്രതിനിധി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഏലീശ്വ കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനി. തൃശൂർ കുതിരാൻ സ്വദേശികൾക്ക് ഭീഷണിയായ കാട്ടാനയെ തുരത്താൻ ഊർജിത ശ്രമം. ദൗത്യം 2 കുങ്കിയാനകളെ ഉപയോഗിച്ച്. കാട്ടുകൊമ്പനെ കണ്ടെത്താൻ ഡ്രോൺ ക്യാമറ നിരീക്ഷണവും. പത്തനംതിട്ട കുളത്തൂമണ്ണിൽ കർഷകൻ സാംകുട്ടിയുടെ കൃഷിഭൂമി തച്ചു തകർത്ത് കാട്ടാനക്കൂട്ടം. കൊല്ലം കുളത്തൂപ്പുഴയിൽ ഭീതി വിതച്ച് കാട്ടികളുടെ കൂട്ടം. ജനവാസ മേഖലയിൽ കാട്ടികളുടെ പരാക്രമം. കൂട്ടത്തോടെ ഇറങ്ങിയത് ശെന്തുരുണി വന്യജീവി സങ്കേതത്തിൽ നിന്ന്.
പെരുമയിൽ ദേവസംഗമത്തിനൊരുങ്ങി കൽപ്പാത്തി. രഥോത്സവത്തിന് പ്രൗഢോജ്വല കൊടിയേറ്റം. വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്ക്. പത്തനംതിട്ട തിരുവല്ലയിൽ യുവാവിന്റെ ജീവനെടുത്ത അമിത വേഗതയിൽ പാഞ്ഞ ബൈക്ക്. മരിച്ചത് കുറ്റപ്പുഴ സ്വദേശി ടിജു പി എബ്രഹാം. തൃക്കൊടിത്താനം സ്വദേശി വിഷ്ണുവിന് പരിക്ക്. മലപ്പുറം എടരിക്കോട് ദേശീയപാതയിൽ യുവാവിന്റെ ബൈക്ക് അഭ്യാസം. മലപ്പുറം കോട്ടക്കലിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ച അപകടം. കടയുടെ അകത്ത് കുടുങ്ങിയ 2 കാസർഗോഡ് സ്വദേശികളെ രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സ് തീയണച്ചത് മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിൽ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിന് മുന്നോടിയായി വാക്പോര് ശക്തം. കള്ളത്തോക്കിന്റെ രാഷ്ട്രീയം ബീഹാറിന് വേണ്ടെന്ന് പ്രധാനമന്ത്രി. മഹാസഖ്യത്തിന്റേത് ബാലമനസ്സുകളെ പോലും കളങ്കിതമാക്കുന്ന രാഷ്ട്രീയമെന്നും മോദി. പ്രചാരണം പൊടിപാറിപ്പിച്ച് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും. മാലിയിൽ 5 ഇന്ത്യക്കാരെ തട്ടിക്കൊണ്ടുപോയി ആയുധധാരികൾ. തട്ടിക്കൊണ്ടുപോയത് പവർ പ്ലാന്റ് തൊഴിലാളികളെ. പിന്നിൽ ആരെന്ന് അവ്യക്തം. ജമ്മു കശ്മീരിൽ നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ച 2 ഭീകരരെ വധിച്ച് സുരക്ഷാസേന. ഏറ്റുമുട്ടൽ കുപ്വാരയിലെ കേരൻ സെക്ടറിൽ. ഓപ്പറേഷൻ പിമ്പിൾ പുരോഗമിക്കുന്നു. ഡൽഹിയിൽ വൻ തീപിടുത്തം. ഒരാൾ മരിച്ചു. രോഹിണിയിലെ ചേരിയിൽ 500ഓളം വീടുകൾ കത്തിനശിച്ചു. 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്ത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു. DNA-യുടെ പിരിയൻ ഗോവണി ഘടന കണ്ടെത്തിയ ശാസ്ത്ര പ്രതിഭ ജെയിംസ് ടി വാട്സൺ വിടവാങ്ങി. അന്ത്യം 97-ാം വയസ്സിൽ ലോങ് ഐലൻഡിലെ ആശുപത്രിയിൽ. 1962-ൽ നൊബേൽ സമ്മാനം നേടിയ വൈദ്യശാസ്ത്രജ്ഞൻ. കറുത്ത വർഗ്ഗക്കാർ ബുദ്ധി കുറഞ്ഞവരെന്ന പരാമർശത്തിലൂടെ വിവാദ നായകൻ. ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ അടച്ചുപൂട്ടൽ നേരിടുന്ന അമേരിക്ക ഗുരുതര പ്രതിസന്ധിയിൽ. ഇടക്കാല ധനവിനിയോഗ ബില്ല് പാസാക്കാനുള്ള ശ്രമം 15ാം തവണയും പരാജയം. ഭക്ഷ്യസുരക്ഷാ പദ്ധതികളുടെ നടത്തിപ്പ് പോലും അവതാളത്തിൽ. എല്ലാ കുറ്റവും ഡെമോക്രാറ്റുകളുടെ തലയിലിട്ട് ട്രംപ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഏർപ്പെടുത്തിയ ഉപരോധത്തിൽ ഹംഗറിക്ക് ഇളവ് അനുവദിച്ച അമേരിക്ക. ഭൂമിശാസ്ത്രപരമായ പരിമിതികൾ പരിഗണിച്ച് തീരുമാനം. ഇളവ് 1 വർഷത്തേക്കെന്ന് ഡൊണാൾഡ് ട്രംപ്. ടാൻസാനിയയിൽ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന പ്രതിഷേധങ്ങളിൽ 240 പേർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കോടതി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിച്ചെന്ന ആരോപണം. ചുമത്തിയത് വധശിക്ഷ വരെ ലഭിക്കാവുന്ന കുറ്റം. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച് തുർക്കി. നടപടി ഗസ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ. തുർക്കിയുടെ നടപടിയെ സ്വാഗതം ചെയ്ത് ഹമാസ്. IFFI മത്സര വിഭാഗം ഇന്ത്യൻ പനോരമ വിഭാഗം ചിത്രങ്ങൾ പ്രഖ്യാപിച്ചു. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ മലയാളത്തിൽ നിന്നുള്ള സർക്കിട്ട്, ഇന്ത്യൻ, തുടരും, ARM എന്നീ ചിത്രങ്ങളും. IFFKയിലെ മത്സര വിഭാഗത്തിൽ ഇടം പിടിച്ച് ഖിഡ്കി ഗാവ്, ലൈഫ് ഓഫ് എ ഫാലോസ് എന്നീ മലയാള ചിത്രങ്ങൾ. ഓസ്ട്രേലിയക്കെതിരായ 2020 പരമ്പര ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. 5ാം 2020 ഉച്ചയ്ക്ക് 1:45 ഗാവയിൽ. പരമ്പരയിൽ ഒപ്പമെത്താൻ ഓസീസ്. ഇന്ത്യൻ ടീമിൽ മാറ്റത്തിന് സാധ്യത. സഞ്ജു സാംസൺ കളിച്ചേക്കും. ഏഷ്യാകപ്പിന് പിന്നാലെയുണ്ടായ ഇന്ത്യ പാക് പ്രശ്നപരിഹാരത്തിന് കമ്മിറ്റി രൂപീകരിച്ച ICC. മധ്യസ്ഥത വഹിക്കാനുള്ള തീരുമാനം. 2 രാജ്യങ്ങളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തതോടെ ട്രോഫി താൻ തന്നെ കൈമാറുമെന്ന നിലപാടിൽ ഉറച്ചു മൊഹസിൻ നഖ്വി. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വമ്പന്മാർ ഇന്ന് കളത്തിൽ. സൂപ്പർ പോരാട്ടത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇന്ന് ടോട്ടനം എതിരാളികൾ. ആഴ്സണൽ, ചെൽസി ടീമുകളും ഇന്നിറങ്ങും. ലാലിഗയിൽ അത്ലറ്റിക്കോ മാഡ്രിഡിനും മത്സരം.